ഹലോ എവരി വൺ. അപ്പോൾ പൊളിറ്റി ഡേയുടെ ലാസ്റ്റ് സെഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാ പേരും ആ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ആ ഒരു പഠിക്കാനുള്ള ടെൻഡൻസിയിൽ നിൽക്കുവാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പൊളിറ്റിയുടെ ലാസ്റ്റ് സെഷനിലേക്കാണ് കിടക്കുന്നത്. നിങ്ങളുടെ രാവിലത്തെ മോർണിംഗ് സെഷനെല്ലാം അറ്റൻഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അനിൽ സാറായാലും ഗീതു മിസ്സായാലും ഗായത്രി മിസ്സൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിലൊക്കെ തന്നെ ആയിരിക്കാം എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ്റെ ഡേ ആണ്, ഫസ്റ്റ് ഡേ ആണ്, പൊളിറ്റിയുടെ ഫസ്റ്റ് ഡേ ആണ്. നിങ്ങൾക്ക് ഇനിയും ഇതുപോലത്തെ സെഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൊളിറ്റിയുടെ ഒരു സെക്കൻഡ് സെഷനും കൂടെ കാണും. കാരണം ഇത് വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് ഒരു ദിവസമൊക്കെ നമ്മൾ കവർ ചെയ്യുന്നത് നിങ്ങളുടെ ഒരു എക്സാം ഓറിയൻറ്റഡ് ലെവലിൽ കംപ്ലീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തന്നെ ലാസ്റ്റ് സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റിയാണ്. ലാസ്റ്റ് സെഷനാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക് നിങ്ങൾക്കൊരു എന്തുണ്ടായിരിക്കും, ഒരു PYQ സെക്ഷൻ ഉണ്ടായിരിക്കും. അനിൽ സാറിൻ്റെ ഒരു PYQ സെക്ഷൻ വരുന്നുണ്ട്. ഈ ഹോൾ നമ്മുടെ ഇന്ന് നടത്തിയ എല്ലാതിനെയും വെച്ചിട്ട് തന്നെ, അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു സെക്ഷൻ നടത്താൻ പോവുകയാണ് നമ്മുടെ അനിൽ സാറ്. അപ്പോൾ അതിനും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ കഴിഞ്ഞിട്ട് ജോയിൻ ആവാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക, ആൻസറൊക്കെ പറയാൻ റെഡി ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഫോളോ ചെയ്ത് തന്നെ പഠിക്കുക. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇപ്പോൾ SSC എടുത്താലും RRB എടുത്താലും. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് സെഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ പറ്റിയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്, ലാസ്റ്റ് ക്ലാസ് എൻഡപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ആദ്യം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്താണ്. നിങ്ങൾ ഇത്രയും നാൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കാണും. ആർട്ടിക്കിൾസ്, കോൺസ്റ്റിറ്റ്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ട് കാണും. അതുപോലെ തന്നെ ബാക്കി ഷെഡ്യൂൾസ് എല്ലാം പഠിച്ചു കാണണം. അപ്പോൾ അതിൽ ലാസ്റ്റ് തന്നെ ഈ ബോഡീസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ, അതായത് ഈ ഒരു പാർലമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം മെയിൻറ്റെയിൻ ആയി പോകണമെങ്കിൽ കുറേ അധികം എന്താണ് ഒരു ബോഡീസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം എന്ത് ചെയ്തു ഈ കണ്ടിന്യൂസ് ഫ്ലോയിൽ ആ നല്ലൊരു രീതിക്ക് ആ ഒരു പാറ്റേണിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന 2 ബോഡീസാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അതുപോലെ തന്നെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും. നമ്മുടെ ലോസ് ആയിക്കോട്ടെ, ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, നല്ലപോലെ ഒരു ഫോളോ അപ്പ് ചെയ്തു പോകുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ഗ്രൂപ്പ് ഉണ്ടായിരിക്കണം. ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബോഡി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഡയറക്റ്റ്ലി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്ന നിലയിൽ ഒരാളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളെ അല്ല, ഒരു കൂട്ടം ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു ഓർഗനൈസേഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ ഓർഗനൈസേഷനാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരുടെ ലോസും അതുപോലെ അവരുടെ ആക്റ്റും ഒക്കെ എന്ത് ചെയ്യുന്നത്, കറക്റ്റ്ലി ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് കീഴെ ഒരാൾക്കാരെ നിർത്തിയിട്ടുണ്ട്. ആ ഒരു ബോഡീസിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറയുന്നത്. അവർക്ക് പവർ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡയറക്റ്റ് പവേഴ്സ് ആണ് അവർക്കുള്ളത്. ഡയറക്റ്റ് പവർ എന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ നമുക്ക് എന്ത് ചെയ്യത്തില്ല, പെട്ടെന്നൊന്നും മാറ്റിക്കളയാൻ പറ്റത്തില്ല. ഇവരൊരു ബോഡി ആയിട്ട് ഇപ്പോഴും എന്താണ്, കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആണ്. അവരെ നമുക്ക് എന്ത് ചെയ്യണം, ഇവരെയൊക്കെ ഇനി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, പുതിയൊരു അമെൻമെന്റ് കൊണ്ടുവന്ന് മാത്രമേ ഈ ഒരു സിസ്റ്റം എടുത്തു കളയാൻ നമുക്ക് പറ്റത്തുള്ളൂ. അതെന്ന് പറഞ്ഞാൽ വളരെ എന്താണ്, ഒരു പ്രോസസ്സ് അടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് എല്ലാം നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് സ്മൂത്ത്ലി വർക്കിംഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്തുണ്ട്, ഒരു ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് കൺട്രീസ് ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ തന്നെ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ കറക്റ്റ് ഒരു സ്ട്രക്ചറിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്ത് പോകണം. ഒരു ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് കൺട്രീസ് ഗവേണൻസ് എന്ന് തന്നെ നമുക്ക് ആരെ പറയാം, ഇവരെ പറയാം. ഇവരുടെ ഗവേണൻസിലാണ് നമ്മുടെ ഹോൾ കൺട്രി വർക്കിംഗ് എന്നുള്ള രീതിക്ക് തന്നെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു ഇതൊന്നും നമുക്ക് നോക്കാം. അത് നോക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്താണെന്നുള്ളൊരു ഡൗട്ട് കാണും. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഡയറക്റ്റ് പവർ ഉണ്ട്. അവർ ആ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് ആ സ്വന്തം പവർ ഉണ്ട് അവരുടേതായ. അതേസമയം നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ പ്രത്യേകത എന്താണ്, അവരെന്താണ് ഈ ഒരു ഗവേണൻസിനായിക്കോട്ടെ ഫംഗ്ഷനിങ് ആയിക്കോട്ടെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്താണ് ഒരു ഡയറക്റ്റ് പവർ. അവർക്ക് എന്തിനാണ് പവർ ഉള്ളത്, ലോയും ഓർഡറിൽ നിന്നുമാണ്. അവർക്ക് ഇന്ത്യൻ പാർലമെന്റ് കൊടുത്തിട്ട് ലോയും ഓർഡറും ഫോളോ ചെയ്താണ് അവർക്ക് ആ പവർ കയ്യിൽ കിട്ടുന്നത്. അതാണ് നമ്മൾ പറയുന്നത്. അപ്പം നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ വീണ്ടും എന്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ട്. അവർക്കുണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല,
അവർ മെൻഷൻ ചെയ്തിട്ടില്ല. മറ്റൊരു എന്താണ് കറക്റ്റ് രീതിയിൽ ഇത്രയും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 20 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലുണ്ടെന്ന് പറഞ്ഞ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഓഫ് ഇന്ത്യ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് അതിൽ അവർ എന്തുണ്ട് പരാമർശിക്കുന്നുണ്ട്. അത് മാത്രമല്ല അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ആർട്ടിക്കിൾസും കൊടുത്തിട്ടുണ്ട്. ആ ആർട്ടിക്കിൾസിൻ്റെ കീഴിൽ അവരുടെ ആ ഒരു ഓർഡർ അല്ലെങ്കിൽ അവരെങ്ങനെയൊക്കെ ഫോളോ ചെയ്യണം, അവരുടെ ആ ഒരു ഗവേണൻസ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ്ലി ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേസമയം നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എടുത്താൽ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നില്ല, ഇന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാമോ എന്നുള്ളൊരു ലിസ്റ്റ് ഓഫ് എന്താണ് ഇനാക്ഷൻസ് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇവരെന്ത് ചെയ്തിട്ടില്ല, ഒരിടത്തും നോട്ട് മെൻഷൻ ഡയറക്ട്ലി ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എടുത്തു നോക്കിയാൽ അവർക്കൊരു ഡയറക്റ്റ് മെൻഷനിങ് ഇല്ല. പക്ഷേ ഇവരെന്ത് തന്നെയാണ്, ഒരു ഫണ്ടമെന്റൽ പാർട്ട് തന്നെയാണ്. ഇവരും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കൺട്രി എന്ത് ചെയ്തോളൂ, ഫോളോ അപ്പ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് നമുക്കത് വഴി നോക്കാം. പവേഴ്സ് എങ്ങനെയാണ് അവർക്ക്, ലോയും ഓർഡർ വഴിയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, പവേഴ്സ് കിട്ടുന്നത്. അതിൽ തന്നെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ രണ്ടായിട്ട് പിന്നെയും തിരിക്കുന്നുണ്ട്. അതിലൊന്നാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. അതിൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ വീണ്ടും തിരിച്ച് റെഗുലേറ്ററി ബോഡീസ് ആയിട്ടും കോസി ജുഡീഷ്യൽ ബോഡീസ് ആയിട്ടും തിരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ഡയറക്റ്റ്ലി നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ തന്നെ വരുന്ന ഒരു ലിസ്റ്റ് ഓഫ് ഏറ്റവും നമുക്ക് എന്താണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന കാര്യങ്ങളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു 20 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയ 12 എടുത്തിട്ടാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG പോസ്റ്റ് എന്ന് പറയും. CAG പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ വരവ് ചെലവ് എല്ലാം ഉള്ള എല്ലാം, അതായത് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇമ്പോർട്ട് ആയിക്കോട്ടെ എക്സ്പോർട്ട് ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ എക്സ്പെൻസിൻ്റെയും ഒരു ഫുൾ ഓഡിറ്റിംഗ് ആയിട്ട് നടത്തുന്ന ആരാണ്, നമ്മുടെ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. ആ ആളെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന് സെപ്പറേറ്റ് ആയിട്ട് ആർട്ടിക്കിൾസ് തന്നെ ഉണ്ട്. അതെന്ത് ചെയ്യും, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇവരെ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് എടുത്ത് ചോദിക്കാൻ ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ഏതാണ്. അപ്പോൾ ആർട്ടിക്കിൾ 148 ടു ആർട്ടിക്കിൾ 151നെയാണ് ആരെ പരാമർശിക്കുന്നത്, കൺട്രോളർ ജനറലിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. നിങ്ങൾക്ക് അറിയാം, ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ നടത്തണമെങ്കിൽ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് കോർട്ടിനോ അല്ലെങ്കിൽ ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷൻ നടത്തണമെങ്കിൽ ആ ഒരു ബോഡി ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബോഡിയാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു ജോലിക്ക് വേണ്ടി ഇലക്ഷൻ്റെ കാര്യങ്ങളെല്ലാം ഡീല് ചെയ്യാൻ വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആർട്ടിക്കിൾ എത്രയാണ്, കറക്റ്റ് പറഞ്ഞാൽ 324. ആർട്ടിക്കിൾ 324ലാണ് അത് വരുന്നത്. ആർട്ടിക്കിൾ 324ലാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ കുറിച്ച് പരാമർശിക്കുന്നത്. നിങ്ങളിത് മനസ്സിലാക്കേണ്ട, നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് ലെവൽ ആയതുകൊണ്ട് തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, ഓഡിറ്റർ ജനറലിൻ്റെ ആർട്ടിക്കിൾസ് വരുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ആർട്ടിക്കിൾസ് എഴുതിയിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾസ് ആണ് 324 എന്ന് പറഞ്ഞാൽ മെയിൻ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടുള്ള അവരുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, എങ്ങനെയൊക്കെ ഇലക്ഷൻസ് നടത്തണം, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം പറയണത് ആർട്ടിക്കിൾ 324. ഇലക്ഷനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നത് ആർട്ടിക്കിൾ 324ലാണ്. അത് കഴിഞ്ഞ് നാഷണൽ കമ്മീഷൻ ഫോർ, ഈ ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ SC ആദ്യം വരുന്നത് ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടിയുള്ള ഒരു കമ്മീഷനായിരുന്നു. ആ കമ്മീഷൻ എന്താണ്, 338B. ഇപ്പം എന്താണ്, ഇതൊക്കെ അമെൻമെൻറ്റ് ചെയ്ത ആക്റ്റുകളാണ്. നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റിനുണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബിനുണ്ട്, അതുപോലെ ബാക്ക്വേർഡ് ക്ലാസസിനും ഉണ്ട്. ആദ്യം ബാക്ക്വേർഡ് ക്ലാസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിനെ ഇപ്പം എന്ത് ചെയ്തു, പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ കൊണ്ടുവരുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടിയും ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയും ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടി പ്രത്യേകം ആർട്ടിക്കിൾ എടുത്തിട്ട് കണ്ടോ, 338ൽ തന്നെ Aയും Bയും ആയിട്ടാണ് ആരെ മാറ്റിയിരിക്കുന്നത്, ഷെഡ്യൂൾഡ് ട്രൈബിനെയും ബാക്ക്വേർഡ് ക്ലാസസിനെയും മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതാണ് നാഷണൽ കമ്മീഷൻ അവർക്ക് വേണ്ടി, അവരുടെ റൈറ്റ്സിന് വേണ്ടി, അതായത് SC-കാരുടെ, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റുകാരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അവരുടെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയായിട്ട് ഒരു കമ്മീഷൻ. അതുപോലെ ST ആണെങ്കിൽ അവരുടെ ട്രൈബൽ ഗ്രൂപ്പ്സിനെ വേണ്ടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് ഇനി ആവശ്യങ്ങൾ, അവരുടെ നീഡ് അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ് ബാക്ക്വേർഡ് ക്ലാസ്സസ്, ബാക്ക്വേർഡ് എന്നാൽ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് ഉണ്ട്, ഈ WS പോലുള്ള അതർ ബാക്ക്വേർഡ്, OBC പോലുള്ള കാറ്റഗറീസ് ഒക്കെ വരുന്നത് ഈ ബാക്ക്വേർഡ് ക്ലാസ്സിലാണ്. അവരെന്ത് ചെയ്യുന്നു, അവരുടെ നീഡ്സിന് വേണ്ടി, അല്ലെങ്കിൽ അവരെങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, അവരെ എങ്ങനെയൊക്കെ ഏതിലൊക്കെ പങ്കെടുപ്പിക്കണം, എന്തൊക്കെ ആനുകൂല്യങ്ങൾ അവർക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആര്, ഈ നാഷണൽ കമ്മീഷൻ എന്ന് പറഞ്ഞ ഈ ഗ്രൂപ്പ് ഇരുന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ. ഇനി അടുത്ത് വരുന്നത് സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ആർട്ടിക്കിൾ കണ്ടോ, 350B എന്നുള്ള ആർട്ടിക്കിളാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ
പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി, അതായത് ലിംഗ്വിസ്റ്റിക്കലി നമ്മുടെ ഭാഷ അടിസ്ഥാനത്തിൽ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചില സംസ്ഥാനങ്ങളിലൊക്കെ എന്താണ് കുറച്ച് പേരെങ്കിലും കുറച്ച് നേറ്റീവ് ലാംഗ്വേജസ് ഉണ്ട്. നമ്മളിപ്പോൾ മലയാളം യൂസ് ചെയ്യുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോ ലാംഗ്വേജസ് ഉണ്ട്. അപ്പോൾ ഈ ഇപ്പം പറയുമല്ലോ എക്സ്റ്റിങ്ക്റ്റഡ് ആയി പോകുന്ന ലാംഗ്വേജസിനെ എടുത്തു വെച്ചിട്ട് അവരെന്ത് ചെയ്യും, അതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള പുതിയ കാര്യങ്ങൾ ചെയ്തു തരാൻ, അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി. കാരണം അത് പോകാൻ പാടില്ലല്ലോ, എത്രയോ ലാംഗ്വേജസ് ഉണ്ട്. നമ്മൾ റിക്കഗ്നൈസബിൾ ആവുന്ന കുറച്ച് ലാംഗ്വേജസേ ഉള്ളൂവെങ്കിൽ മറ്റുള്ള നേറ്റീവ് ലാംഗ്വേജും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഓരോ റീജിയണൽ ലാംഗ്വേജസും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യുക, നമ്മൾ എത്നിക്കലായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്തിരിക്കുന്നത്, ഒരു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി. ഇതെന്തിൻ്റെയാണ്, ലാംഗ്വേജിൻ്റെയാണ് കേട്ടോ. ലാംഗ്വേജിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഭവം നമ്മൾ ചെയ്തിരിക്കുന്നത്. ലാംഗ്വേജിൻ്റെ മൈനോറിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം അവരെന്തെങ്കിലും സ്പെഷ്യൽ ഓഫറായിട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക്. അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത് വരുന്നതാണ് നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇത് എന്താണ്, UPSC എക്സാമിനേഷൻ, IAS പോലുള്ള എക്സാമിനേഷൻ, IPS അങ്ങനത്തെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്ന UPSC വഴിയാണ് അല്ലേ. UPSCയിലാണ് നിങ്ങളെല്ലാവരും പറഞ്ഞത് അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റുകളൊക്കെ പറയുന്നത് ഏതിലാണ്, UPSCയുടെ കീഴിലാണ്. അപ്പോൾ അതെന്താണ്, ആർട്ടിക്കിൾ 315 to 323 പാർട്ട് 4 ഏത് വരുന്നത്, ഏതിനെക്കുറിച്ച്, പാർട്ട് 4 അല്ല, പാർട്ട് 14 ഏതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് എന്നത് സെൻട്രൽ ജോബ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത് യൂണിയൻ പബ്ലിക്. അതേസമയം സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാണ്, നമ്മുടെ 352. ഇതിൻ്റെ രണ്ടിൻ്റെ ആർട്ടിക്കിൾസ് സെയിം ആണ്. രണ്ടും പറയുന്ന ഏതിലാണ്, പാർട്ട് 14 പറയുന്നത് UPSC ആൻഡ് സ്റ്റേറ്റ് പബ്ലിക് എന്ന് പറഞ്ഞാൽ PSC. നമ്മുടെ PSC ആയാലും UPSC ആയാലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾസ് ആണ് ഏതെന്ന് പറഞ്ഞാൽ 315 to 323 എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഇങ്ങനത്തെ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി, എഡ്യൂക്കേഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളവരെ കുറച്ചും കൂടെ എന്താണ് ലെവലപ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷനൊക്കെ നടത്താനൊക്കെ ഉള്ള ഒരു മേഖലയാണ് ഏതെന്ന് പറയുന്നത് ഇവരെന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. UPSC ആയിക്കോട്ടെ, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിക്കോട്ടെ. ഇനി അടുത്ത് വരുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ GST. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും GST അല്ലേ, ഇപ്പോഴത്തെ ടാക്സിൻ്റെ വ്യവസ്ഥയാണ്. അതെപ്പോഴാണ്, ഏതാ, 279A പ്രകാരം അമെൻമെൻറ്റ് ആക്ടിലൂടെയാണല്ലോ വന്നത്. ആ 279 പ്രകാരമാണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഏതിൻ്റെ കീഴിലായിരിക്കും, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ആ ഒരു ഇതുള്ളത്. പക്ഷെ ഇതെല്ലാം എന്താണ്, സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണ്, ഓരോ ബോഡീസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കീഴിലുള്ള സ്വന്തമായിട്ട് പവറുള്ള കുറേ ബോഡീസ് ആയിട്ടാണ് ഇവർ എന്ത് ചെയ്ത് കണക്കാക്കിയിരിക്കുന്നത്. ഫിനാൻസ് കമ്മീഷൻ ഏതാണ്, 280 എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് നമ്മൾ എന്ത് ചെയ്തത്, പരാമർശിക്കുന്നത്. അടുത്ത് വരുന്നതാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയും അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റും. ഇത് രണ്ടും എന്താണ്, അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രൈമറി ആയിട്ടുള്ള ലോയർ, അതായത് സെൻട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് ആരാണ്, നമ്മുടെ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയാണ്. സെൻട്രലിലുള്ള പ്രൈമറി ലോയർ ആയിട്ടുള്ള ബേസിക് ആയിട്ട് നിൽക്കുന്ന ലോയറിനെയാണ് നമ്മൾ എന്താണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സുപ്പീരിയർ ലോയർ ആണ്. പക്ഷെ നമുക്ക് എന്താണ് സെൻട്രലിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതാണ് ആരെന്ന് പറഞ്ഞാൽ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യയും. അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ആളും അതുപോലെ തന്നെ പ്രൈമറി ഫാക്ടർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ആളാണ് ഏതെന്ന് പറയുന്നത് AGS എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ്. ഇതെന്താണ്, ഓരോ സ്റ്റേറ്റുകൾക്ക് പ്രധാനമായിട്ട് സ്റ്റേറ്റുകൾക്ക് വേണ്ടിയുള്ളത്. ഇതെന്താണ്, ഹോൾ ഇന്ത്യയിൽ സെൻട്രലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവരെ നിർത്തിക്കുന്നത്. ആ ആർട്ടിക്കിൾസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്ര ആർട്ടിക്കിൾസിലാണ് അവരുടെ ആ ഒരു കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയേഴ്സ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, എങ്ങനെയൊക്കെയാണ് അവരുടെ ടെർമിനോളജീസ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയും ആർട്ടിക്കിൾസ് പ്രധാനമാണ്. അപ്പോൾ ഇത്രയും ആർട്ടിക്കിൾസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് തന്നെ വയ്ക്കുക. ഇത്രയും ആർട്ടിക്കിൾസ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എന്താണ് പറഞ്ഞത്, അറ്റോർണി ജനറൽ പറഞ്ഞു, അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ ഇതെല്ലാം കൂടെ എത്ര എണ്ണം വന്നു, 12 എണ്ണം വന്നു. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇത്രയില്ലേ. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാൻ, നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6, 12 എണ്ണം ഉണ്ട്. ടോട്ടലി 12 എണ്ണമാണുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കാം, നിങ്ങൾക്ക് എളുപ്പമാണെന്ന് നോക്കുക. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും പ്രധാനം എന്താ, ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ പോകണമെങ്കിൽ എന്ത് വേണം, അവിടെ സെൻസസ് വേണം അല്ലേ, സെൻസസ് വേണം. സെൻസസ് നടക്കണം അല്ലേ, ഇലക്ഷൻ കമ്മീഷനും ഉണ്ട്, അതുകൊണ്ട് തന്നെ സെൻസസ് നടക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ പഠിക്കുക, സെൻസസ് ഫാൻ. കാരണം ഇവരെന്ത് ചെയ്യിക്കണം, സെൻസസിൻ്റെ ഫാൻ ആയിരുന്നാൽ മാത്രമേ എന്താകാൻ പറ്റൂ, സെൻസസിൻ്റെ ഫാൻ ആയിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കാര്യങ്ങൾ നേരെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഓരോ ലെറ്ററും എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യം മനസ്സിലാവും. ഓരോ ലെറ്ററും ഓരോന്നാണ് പറയുന്നത്. സെൻസസ് ഫാൻ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക, നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് വരും.
അപ്പോൾ C4 എന്താണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, പിന്നെ നാഷണൽ കമ്മീഷൻ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ്. ഈ മൂന്നെണ്ണം നിങ്ങൾക്ക് ഒരുമിച്ച് ഓർമ്മ വരണം. പക്ഷേ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ കോഡ് വെച്ച് സെൻസസ് ഗ ഫാൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ആലോചിച്ച് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതങ്ങനെ ആലോചിച്ച് പഠിക്കുക. നിങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നത്, ഓരോ എന്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ആലോചിച്ചിരിക്കാനുള്ള ഒരു ട്രിക്കാണ്. അത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തോന്നുന്നത് അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് പറഞ്ഞത്, ഇത്രയും പറഞ്ഞു. ഓക്കെ, അടുത്തിന് നമുക്ക് എന്താണ്, ഇതിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം ഓറിയൻറ്റഡ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഇതെന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ് അല്ലേ, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണ്. അതിൽ തന്നെ എന്താ പറയുന്നത്, ആർട്ടിക്കിൾ 324 പാർട്ട് 4ലാണ്, പാർട്ട് 15ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ഷനെ കുറിച്ച് പരാമർശിക്കുന്നത് പാർട്ട് 15 ആണ് അല്ലേ. പാർട്ട് 15ലാണ് നമ്മൾ ആർട്ടിക്കിൾ 324ന്റെ കീഴിലാണ് ഇലക്ഷനെ കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്ടാ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ആണെങ്കിൽ അവരെല്ലാവരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും, പ്രസിഡന്റ് ആയിരിക്കും കേട്ടോ. പ്രസിഡന്റ് ആണ് അവരെയൊക്കെ ഏറ്റവും കൂടുതൽ അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ആരാണ്, നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇവരെല്ലാവരും ഇപ്പോൾ ഈ 12 പോസ്റ്റുകൾ വായിച്ചാൽ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രസിഡന്റ് ആണ് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. ഇതിലെ മെമ്പേഴ്സിനെ എടുക്കുന്നതായാലും എന്ത് കാര്യങ്ങൾക്ക് വേണ്ടി പ്രസിഡന്റ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പ്രവൃത്തി ചെയ്യുന്ന. അതിൽ ഏത് മാത്രം, നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഇതെന്താ സ്റ്റേറ്റിന്റെ കാര്യമല്ലേ. അവിടെ എന്തുണ്ട്, പ്രസിഡന്റിന് ഡയറക്റ്റ് ഇടപെടണോ, വേണ്ട. ആരായിരിക്കും അവിടെ ഇടപെടുന്നത്, ഗവർണർ ആയിരിക്കും ഇടപെടുന്നത്. ആരായിരിക്കും, ഗവർണർ ആയിരിക്കും ഇടപെടുന്നത് കേട്ടോ. ഗവർണറാണ് അവിടുത്തെ ആളെന്ന് പറയുന്നത്. സ്റ്റേറ്റിന്റെ കാര്യം മാത്രം ഗവർണർ ആയിരിക്കും ഡയറക്റ്റ്ലി. ഇങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഒരാളെ നമ്മുടെ കമ്മീഷണറായിട്ട് വിടുന്നെങ്കിൽ അത് ആരായിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്, ഗവർണർ ആയിരിക്കും. ബാക്കി എല്ലാ പേരും, ബാക്കി 11 പേരെ ആരാണ്, പ്രസിഡന്റ് ഡയറക്റ്റ്ലി അപ്പോയിന്റ് ചെയ്യണത്. ചില ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈം മിനിസ്റ്ററിന്റെ ഹെൽപ്പും കൂടെ, അതായത് അവരുടെ ഒരു കൗൺസിലും കൂടെ കൂടിയിട്ടായിരിക്കും അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നതെന്ന് മാത്രം. പക്ഷേ മേജർലി എന്താണ്, ഇത്രയും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. ഓക്കെ, അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് പറഞ്ഞത്. ആർട്ടിക്കിൾ 324 ആണ് ഇലക്ഷൻ കമ്മീഷൻ, പാർട്ട് 15 ആണ്. പാർട്ട് 15 ആണ് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്, അപ്പോയിന്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇനി അടുത്ത് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ഇപ്പോഴത്തെ പ്രസന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്ടാ, ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് നമ്മുടെ രാജീവ് കുമാർ ആണ് കേട്ടോ. രാജീവ് കുമാർ ഇപ്പോഴത്തെ 25ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് കേട്ടോ, രാജീവ് കുമാർ. 2022 കയറി. ഇപ്പോൾ സ്റ്റില്ലും ആര് തന്നെയാണ്, നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് രാജീവ് കുമാർ തന്നെയാണ്. അറ്റ് പ്രസന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ഉണ്ട്. അതായത് ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കാണും, ഏറ്റവും ടോപ്പ് സുപ്പീരിയർ പോയിന്റിൽ നിൽക്കുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറും കാണും. 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടെ കാണും. ആരും കൂടെ കാണും, 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടെ കാണും. ഒരു സുപ്പീരിയർ ആയിട്ട് നിൽക്കുന്ന ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 അല്ലാത്ത ഇലക്ഷൻ കമ്മീഷണേഴ്സും കൂടെ കാണും. ആ 2 ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോൾ ആരാണ്, ഗണേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധുവും ഗണേഷ് കുമാറുമാണ് നമ്മുടെ ഇപ്പോഴത്തെ 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത്. ചീഫ് എന്ന് പറയുന്ന ആരാണ്, രാജീവ് കുമാറാണ്. ചീഫ് ഇപ്പോഴായിട്ട് നിൽക്കുന്ന ആരാണ്, നമ്മുടെ രാജീവ് കുമാറാണ്. ആദ്യത്തേത് ആരായിരുന്നടാ, ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ ആണ്. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ സുകുമാർ സെൻ ആണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വിമൺ ആരെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വിമണും ഒൺലി വിമണും ആര് തന്നെയാണ്, എസ് രമാദേവിയാണ്. ആരാണ്, എസ് രമാദേവിയാണ് ഫസ്റ്റ് വുമൺ, ഫോർമോസ്റ്റ് വിമണും. അതുപോലെ തന്നെ നമ്മുടെ ഇത്രയും നാൾക്ക് ഉള്ളിൽ വന്ന ഒരേ ഒരു എന്താണ്, ഇലക്ഷൻ കമ്മീഷണർ, പെണ്ണായിട്ടിരുന്ന വിമൺ ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് VS രമാദേവിയാണ്. ഇപ്പോഴത്തെ ആരാണെന്ന് പറഞ്ഞു, രാജീവ് കുമാർ ആണെന്ന് പറഞ്ഞു. 2 ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഗണേഷ് കുമാറും സുഖ്ബീർ സിംഗ് സന്ധു ആണെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് എത്ര കാലം അവർക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ 6 വർഷമാണ് കേട്ടോ. അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത് 6 വർഷത്തേക്കാണ്. 6 വർഷം, 6 ഇയേഴ്സ്. അല്ലെങ്കിൽ അവർക്ക് എത്ര വയസ്സ് വരെ, 65 വയസ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് ചെയ്യാം. 65 വയസ്സ് വരെ ഏജിന്റെ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ 65 വയസ്സ് വരെ. ഇയർ ബേസിലാണെങ്കിൽ എത്ര വയസ്സ് വരെ, 6 വർഷം വരെയാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറുടെ കാര്യമാണ്, ഇലക്ഷൻസിന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം.
ഇലക്ഷൻസ് നടത്തുന്ന ഇപ്പോഴും ഒരു ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ആ പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കി നടത്തുന്ന ആരാണ്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അവർക്ക് ഡയറക്റ്റ് പവർ ആണ് അത് ചെയ്ത് നടത്താനുള്ള. ഇനി അടുത്ത് വരുന്നതാണ് നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് പറയാനുള്ള. അതായത് നമ്മുടെ ബാക്കിയുള്ള വരവ് ചെലവ് പോലുള്ള കാര്യങ്ങളും നമ്മുടെ ഫിനാൻസിന്റെ കാര്യം മൊത്തം, ബഡ്ജറ്റിന്റെ കാര്യം എല്ലാം നമ്മൾ നോക്കുന്ന ആ ഒരു മൊത്തത്തിൽ കമ്മീഷണർ ആയിട്ടിരിക്കുന്ന ആളാരാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ആരാണ്? ഡോക്ടർ അരവിന്ദ് പനാഗരിയ. 16ാമത് നമ്മുടെ ഫിനാൻസ് കമ്മീഷണറാണ്. 16ാമത് ഫിനാൻസ് കമ്മീഷണർ. അവരാരാണ്? 16ാമത് ഫിനാൻസ് കമ്മീഷണർ അരവിന്ദ് പനാഗരിയ. അരവിന്ദ് പനാഗരിയ എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ നമ്മുടെ ഫിനാൻസ് കമ്മീഷണർ. ഇത് ഏത് ആർട്ടിക്കിളിലാണ് പരാമർശിക്കുന്നത്? 280 പരാമർശിക്കുന്നത്. അപ്പോയിന്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെയാണ്. എത്ര വർഷത്തെ ടെന്യൂർ ആണ്? ഇലക്ഷൻ കമ്മീഷണറിന്റെ 6 ഇയേഴ്സ് ആണെങ്കിൽ നമ്മുടെ ഫിനാൻസ് കമ്മീഷണറിന് എത്ര ഇയേഴ്സ് ആണ്? 5 ഇയേഴ്സ് ആണ് കേട്ടോ. 5 ഇയേഴ്സ് ആണ്. 5 വർഷത്തെ കാലാവധിയാണ് ഫിനാൻസ്. നമ്മുടെ മിനിസ്റ്റർ പോലെയാണ്. എന്ന് വെച്ചാൽ എത്ര വർഷം കഴിഞ്ഞ് നമ്മുടെ ഇത് ഇറങ്ങുന്ന പോലെയുള്ള ഇതനുസരിച്ച് ഇവർ മാറിക്കൊണ്ടിരിക്കും. ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ആൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കമ്മീഷണർ കാര്യമാണ്. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഈ കമ്മീഷണർ പോസ്റ്റിലൊക്കെ വന്ന മിക്കവാറും എന്ത് തന്നെയായിരിക്കും? IAS പോലുള്ള, IPS പോലുള്ള, IFS പോലുള്ള ആൾക്കാരായിരിക്കും ഇതിനു വേണ്ടി. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ നിൽക്കുന്ന ഓഫീസേഴ്സ്, അത്രയും സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിനു വേണ്ടി അപ്പോയിൻമെന്റ് ചെയ്യും. നമ്മുടെ ഫിനാൻസ് കമ്മീഷണറായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യുക. IAS ഓഫീസറാണ് അരവിന്ദ് പനാഗരിയ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് നടത്തുന്നത് തന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. അത്രയും ലെവലപ്ഡ് ആയിട്ടുള്ള, അത്രയും സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് 1951 ആക്ട് പ്രകാരമാണ് ഏത് വരുന്നത്? ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത്. ഫിനാൻസ് കമ്മീഷൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? 1951 ആക്ട് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഫിനാൻസ് കമ്മീഷനെ കൊണ്ടുവരുന്നത്. ഇനി അടുത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഉണ്ട്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഈ ഒരു ഫിനാൻസ് കമ്മീഷന്റെ കീഴെ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. അതെന്താണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മുടെ GST എന്ന് പറയുന്നത് എന്ത് ബേസ്ഡ് ടാക്സ് ആണെന്ന്? ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. അത് അങ്ങനെ തന്നെ പഠിക്കണം. ഡെസ്റ്റിനേഷൻ നമ്മുടെ എന്താണ്? ഒരുപാട് ലെവൽ കഴിഞ്ഞ് ഏറ്റവും എന്താണ് താഴേക്കടയിലുള്ള ആൾക്കാർക്ക് വരുന്നുണ്ട് GSTയുടെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ പോകുന്നു. ഏറ്റവും സുപ്പീരിയർ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സാധനം മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? അയാളുടെ വാങ്ങുന്ന ആളിൽ വരെ ആ GSTയുടെ ആ ഒരു ഇതെന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഏറ്റവും ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ട്. ഏറ്റവും ടോപ്പിൽ നിന്ന് ബോട്ടമിലേക്കുള്ള ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആയിട്ട് അതിനെ നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത് ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആണ്. ഇനി അതിൽ തന്നെ CGST, SGST, IGST എന്ന് പറഞ്ഞാണ് അതിനെ തിരിച്ച് ചെയ്യുന്നത്. അതായത് സെൻട്രലിലെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് കഴിഞ്ഞ് സ്റ്റേറ്റിൽ S എന്ന് പറയുന്ന സ്റ്റേറ്റ്, C എന്ന് പറയുന്ന സെൻട്രൽ, അതുപോലെ I എന്ന് പറയുന്നത് ഇന്റർ സ്റ്റേറ്റ് ആണ്. ഇന്റർഗ്രേറ്റഡ് സ്റ്റേറ്റ് പരമായിട്ടുള്ള ടാക്സുകളെയാണ് GST ആണ് നമ്മൾ എന്ത് പറയുന്നത്? IGST എന്ന് പറയുന്നത്. അതായത് GST എവിടെയൊക്കെ നമുക്ക് എല്ലായിടത്തും ഉണ്ട്. അതിൽ തന്നെ ഇങ്ങനെ ഒരു 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു ഫങ്ഷനിങ് നടന്നു പോകുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ 279A ഇതെന്ത് ചെയ്യുന്നത്? ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആർട്ടിക്കിൾ പ്രകാരമായിട്ട് അതിനെ കൊണ്ടുവരുന്നത് 279A പ്രകാരമാണ്. ആ അമെൻമെന്റ് ആക്ട് ഏതാണ്? 101 അമെൻമെന്റ് ആക്ട് ആണ് കേട്ടോ. 101 അമെൻമെന്റ് ആക്ട് ആയിട്ട് വന്നതാണ് GSTയുടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതെന്താണ്? 2016 അമെൻമെന്റ് ആക്ട് വന്നെങ്കിലും 1 ജൂലൈ 2017 1 ജൂലൈ 2015 നമ്മൾ എന്ത് ചെയ്യുന്നത്? GST എന്ത് ചെയ്യുന്നത്? നിലവിൽ കൊണ്ടുവരുന്നത് കേട്ടോ. അങ്ങനെയാണ് 1 ജൂലൈ 2017 നമ്മൾ അത് കൊണ്ടുവരുന്നത്. അത് ഹെഡ് ചെയ്യുന്നത് ആരാണ്? നിർമ്മല സീതാരാമൻ. നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷണർ ആരാണ്? ഫിനാൻസ് മിനിസ്ട്രിയിൽ ഇരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമൻ. അപ്പോൾ ആ ആളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ മിനിസ്ട്രിയുടെ കീഴിലാണ് GST വരുന്നത്. അതുകൊണ്ട് തന്നെ അത് നോക്കി നടത്തുന്ന ആരാണ്? നിർമ്മല സീതാരാമനാണ്. അത് കഴിഞ്ഞ് എന്താണ്? 1 ജൂലൈ 2017 ഈ അമെൻമെന്റ് ആക്ട് എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1 ജൂലൈ 2017 അത് കൊണ്ടുവന്നത്. അമെൻമെന്റ് ആക്ട് പാസ് ചെയ്തത് 2016 17 തൊട്ടാണ് അതിന്റെ ആ ഒരു കറക്റ്റ് ഫോർമേഷൻ നിലവിൽ വന്നു തുടങ്ങുന്നത്. പിന്നെ എന്താണ്? GST ബില്ല് ആദ്യമായിട്ട് പാസ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈസ് ഫസ്റ്റ് GST ബില്ല് പാസ് ചെയ്ത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആസാമാണ് കേട്ടോ. ആസാമാണ് GST ബില്ല് ആദ്യമായിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ള. ഫിനാൻസ് കമ്മീഷണറെ കുറിച്ച് നമ്മൾ പഠിച്ചു, GST പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ. ഇത് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ എടുത്ത് ചോദിക്കുന്ന ഈ ഒരു 3 ആൾക്കാരെ തന്നെയാണ് എപ്പോഴും എടുത്ത് ചോദിക്കാറുള്ളത്.
ഇനി അടുത്ത് വരുന്നത് നാഷണൽ കമ്മീഷൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്തായത് SC ST OBC പോലുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രത്യേകം കമ്മീഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ വെൽഫെയറിനും അവരുടെ പ്രൊട്ടക്ഷനും അവരുടെ നീഡ്സിനും അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ നമ്മൾ സെറ്റപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. അതാണ് നാഷണൽ കമ്മീഷൻ ഫോർ SC ST ആൻഡ് BC ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 2004 ഈ നാഷണൽ കമ്മീഷൻ നിലവിൽ വരുന്നത്. SC-യുടെയും ST-യുടെയും വരുന്നത് 2004 കേട്ടോ. 2004 അത് അവരെന്ത് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു കമ്മീഷനെ രൂപപ്പെടുത്തിക്കൊണ്ട് വരുന്നത് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് BC-യിൽ അതായത് നമ്മുടെ BC ബാക്ക്വേർഡ് ക്ലാസ്സസ് കൊണ്ടുവന്നത് 1993. ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മുടെ ബാക്ക്വേർഡ് ക്ലാസ് 1993യുടെ ആക്ടിലാണ് അതെന്ത് ചെയ്യുന്നത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1993ലാണ്. പക്ഷേ 102 അമെൻമെന്റ് ആക്ട് 2018 അതിലെന്ത് ചെയ്തു കുറച്ചും കൂടെ തിരുത്തുകൾ വരുത്തി അതിൽ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു അഡാപ്റ്റേഷൻസ് ഒക്കെ കൊടുത്ത് മോഡിഫിക്കേഷൻ കൊടുത്ത് അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് 102 അമെൻമെന്റ് ആക്ട് 2018 കേട്ടോ. 102 അമെൻമെന്റ് ആക്ട് 2018 ആ ഇയർ കറക്റ്റാ പഠിച്ചു വെച്ചിരിക്കണം. BC വന്നിട്ടുള്ളത് 102 അമെൻമെന്റ് ആക്ട് 2018 2004 SC വന്നു ST വന്നു 2004 SC വന്നു ST വന്നു 2018 ആര് വന്നത് നമ്മുടെ ബാക്ക്വേർഡ് ക്ലാസ്സസ് വന്നത് 102 അമെൻമെന്റ് ആക്ട് ഉള്ള എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓക്കെ, ഇതും എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു പ്രസിഡന്റ് തന്നെയാണ് അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ കമ്മീഷനിൽ ഉള്ള ആൾക്കാർ ആരൊക്കെയെന്ന് വെച്ചാൽ ഒരു ചെയർപേഴ്സണും ഒരു വൈസ് ചെയർപേഴ്സണും പിന്നെ എന്താണ് 3 അതർ മെമ്പേഴ്സും. ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവരുടെ 3 പേരുടെയും കാര്യം ഒരുമിച്ചാണ് പറയുന്നത് കേട്ടോ. പ്രസിഡന്റ് തന്നെയാണ് അപ്പോയിൻമെന്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ടെന്യൂർ എന്ന് പറഞ്ഞാൽ 3 വർഷം. ഇവർ 3 പേർക്കും ഈ ഒരു മെമ്പേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ അതുപോലെ 3 അതർ മെമ്പേഴ്സ് ഇവർക്ക് ഇത്ര പേർക്കും 3 വർഷത്തിന്റെ ടെന്യൂർ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു 3 വർഷം കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യണം എല്ലാം ചെയ്തിട്ട് ഇറങ്ങണം. അടുത്ത ആൾക്കാർ ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതാണ് പറയുന്നത്. അപ്പോൾ നാഷണൽ കമ്മീഷന്റെ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അമെൻമെന്റ് ആക്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 102 അമെൻമെന്റ് ആക്ട് 2018 ബാക്ക്വേർഡ് ക്ലാസ്സസിനെ വീണ്ടും എന്ത് ചെയ്തത് അമെൻഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ നമുക്ക് ഇനി എന്ത് ചെയ്യണം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അമെൻമെന്റ് കൊണ്ടുവന്ന് മാത്രമേ അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വേറെ ഒരു വഴി കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് എന്തുണ്ട് അതോറിറ്റി ഉണ്ട് പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഇല്ലാണ്ടാക്കി കളയാൻ പറ്റത്തില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അടുത്തെന്താ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ് നമ്മുടെ ന്യൂഡൽഹിയിൽ ഇത് അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ്റെതോ ഇവിടെ തന്നെയാണ് ന്യൂഡൽഹിയിൽ തന്നെയാണ് കേട്ടോ. ന്യൂഡൽഹി ഏകദേശം എല്ലാത്തിൻ്റെയും സെൻറ്റർ വരുന്നത് ന്യൂഡൽഹിയിൽ തന്നെയാണ്. അതുപോലെ നാഷണൽ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഇവിടെ തന്നെയാണ് ന്യൂഡൽഹിയിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. ന്യൂഡൽഹിയിൽ തന്നെയാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നത്. മൈനോറിറ്റി അഫയേഴ്സ് ആണ് മിനിസ്റ്ററാണ് എന്ത് ചെയ്യുന്നത് ഈ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയും കൂടെ ഡീൽ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു മൈനോറിറ്റി അഫെയർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും മൈനോറിറ്റീസിനെ കുറിച്ച് സംസാരിക്കുന്ന ആര് തന്നെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ആര് തന്നെയാണ് നമ്മുടെ മൈനോറിറ്റി അഫയേഴ്സിലെ മിനിസ്റ്റർ തന്നെയാണ്. 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1956 വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. 1950 ഞാൻ പറഞ്ഞു ഇതിൽ അമെൻമെന്റ് ആക്ട് അത്രയും പ്രധാനമാണ്. അപ്പോൾ 7th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 1956 വെച്ചിട്ടാണ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് കൊണ്ടുവന്നത്. അതായത് മൈനോറിറ്റിയിൽ കിടന്ന കുറേ ലാംഗ്വേജസിനെ എന്ത് ചെയ്യുന്നു പ്രൊമോട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ 1956 ആക്ട് പ്രകാരമാണ്. അതിൻ്റെ സെൻറ്റർ വരുന്നത് ന്യൂഡൽഹിയിലാണ് കേട്ടോ. അത്രയാണ് പറയുന്നത്. ഇനി അടുത്തെന്താണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോസ്റ്റിലാണ് നമ്മുടെ CAG പോസ്റ്റാണ്. അതും എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിൽ തന്നെയാണ്. അതിൻ്റെ ആൾ ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ് കേട്ടോ. ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു. അതും എടുത്തെടുത്ത് ചോദിക്കാറുണ്ട്. നമ്മുടെ ഓഡിറ്റർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ആരാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെയൊക്കെ കീഴിൽ വരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഫിനാൻസിൻ്റെ കാര്യങ്ങൾ എക്സ്പെൻസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് ആര് തന്നെയാണ് ഓഡിറ്റർ ജനറൽസ് ആണ്. അതിൻ്റെ ആ ഒരു കണക്ക് റെക്കോർഡ്സ് എല്ലാം പ്രോപ്പർലി കീപ്പ് ചെയ്യുന്നത് ആരാണ് ഇപ്പോഴത്തെ മിനിസ്റ്റർ ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. എത്ര വർഷത്തിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് 6 ഇയേഴ്സിൻ്റെ ടെന്യൂർ ആണുള്ളത്. 65 ഇയേഴ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാം വർക്ക് ചെയ്യാം. 6 ഇയേഴ്സും 65 ഇയേഴ്സ് വരെ അവർക്ക് എന്ത് ചെയ്യാം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആർട്ടിക്കിൾ എന്താണ് 148 എന്തിനെ കുറിച്ച് പറയുന്നത് കൺട്രോളർ ജനറലിനെ കുറിച്ച് പറയുന്നത്. 148 ആക്ട് പ്രകാരമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി UPSC പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം സെൻട്രലിലുള്ള എക്സാമിനേഷനെ കുറിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. പബ്ലിക് ആണെങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ UPSC ആണെങ്കിൽ എന്താണ് നമുക്ക് 65 ഇയേഴ്സ് വരെയാണ് അതിൻ്റെ ആ ഒരു വർഷം പറയുന്നത്. അവർക്ക് UPSC ചെയർമാനായിട്ട് ഇരിക്കാൻ പറ്റുന്ന 65 ഇയേഴ്സ് വരെ. അതേസമയം PSC ആണെങ്കിൽ UPSC ആണെങ്കിൽ 65 ഇയേഴ്സ് വരെയും
അതുപോലെ നമ്മുടെ PSC ആണെങ്കിൽ നമുക്ക് എത്ര വയസ്സ് വരെ 62 ഇയേഴ്സ് വരെയാണ് ഇരിക്കാൻ പറ്റുന്നത് കേട്ടോ. അതാണ് അവിടെ ഒരു ചേഞ്ച് ആയിട്ട് പറയാനുള്ളത്. UPSC ആണെങ്കിൽ 65 ഇയേഴ്സ് വരെ അവർക്ക് ടെന്യൂർ ഉണ്ട്. അതേസമയം നമ്മുടെ PSC ആണെങ്കിൽ 62 ഇയേഴ്സ് വരെ ഉള്ളൂ. ആ ബോഡികൾ എന്തിനാണ് ആക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതൊക്കെയാണ് പറയുന്നത്. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ പോയിന്റ്സ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോട്ട് ചെയ്യുക. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിൽ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ അഡ്വക്കേറ്റ് ജനറൽ അല്ലെങ്കിൽ AGS അല്ലെങ്കിൽ ആ പോസ്റ്റുകളൊക്കെ എന്തിനാണ്, ലോയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അവരെന്താണ് ബേസിക് ആയിട്ട് ലോയേഴ്സ്, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഇൻ ഇന്ത്യ ആണ്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ്, ഡയറക്റ്റ് പവർ ഇല്ലെങ്കിൽ പോലും അവർക്കും എന്തുണ്ട്, ഗവേണിംഗ് പവർ ഉണ്ട്. ഡയറക്റ്റ് പവർ അവർക്ക് എന്തില്ല, കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് വേണ്ടി പ്രത്യേകം ആർട്ടിക്കിളോ അങ്ങനെയൊന്നും ഡെഡിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഇവരെന്താണ്, ഒരു പ്രത്യേക തരം ലോസും അതുപോലെ തന്നെ ആക്ടിൻ്റെയും കീഴിൽ വർക്ക് ചെയ്യുന്ന കുറേ ബോഡീസാണ് ഇവരെന്ന് പറയുന്നത്. ഇവർക്ക് എന്തുണ്ട്, അവരുടേതായ കുറേ കാര്യങ്ങൾ അവരും ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, അതിൽ തന്നെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും, രണ്ട് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുമ്പോൾ ദേ ഗെറ്റ് ദ പവർ ഫ്രം എ സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ടിൽ നിന്ന് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, പവർ കിട്ടുന്നുണ്ട്. ഒരു സ്റ്റാറ്റ്യൂട്ടിൽ നിന്ന് പവർ കിട്ടുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ആക്ട് ഇനാക്റ്റഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ഇവരെന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് വർക്ക് ചെയ്യുന്നത് ഒരു ലോ അല്ലെങ്കിൽ ആക്ടിനെ ബേസ് ചെയ്തിട്ടാണ്. ഒരു ലോ അല്ലെങ്കിൽ ആക്ടിൻ്റെ കീഴിൽ അവർക്ക് എന്തുണ്ട്, പവർ ഉണ്ടെന്നുള്ള രീതി. കാരണം അവർക്ക് ഡയറക്റ്റ് പവേഴ്സ് കൊടുത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ ലോയെയും അതായത് ലെജിസ്ലേച്ചറിനെയാണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ആക്ട് ഇനാക്റ്റഡ് ബൈ ലെജിസ്ലേച്ചർ, അതായത് സ്റ്റാറ്റ്യൂട്ട് എന്ന മീനിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുക, പവർ അവർക്ക് കിട്ടുന്നത് ആക്ട് അല്ലെങ്കിൽ ലോയുടെ കീഴിൽ നിന്നാണ്. ലോയിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്, പവേഴ്സ് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബോഡീസ് ഒക്കെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് പവർ കിട്ടുന്നത് എന്തിൽ നിന്നാണ്, ആക്റ്റിൽ നിന്നും. അതുപോലെ ലോസ്, നമ്മൾ ഓൾറെഡി റിട്ടൺ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, പവർ കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം CIC, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ അല്ലെ, എന്ത് ഇൻഫർമേഷനെ കുറിച്ചിട്ടുള്ള ഡീലിങ്സും നടത്തുന്നത് എല്ലാ വേൾഡ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ, പബ്ലിക്കിന് അവയർനെസ് ഉണ്ടാക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ലോക്പാലും ലോകായുക്തയും, ഇവർ രണ്ടുപേരും എന്താണ്, ആൻറ്റി കറപ്ഷൻ ഏജൻസി, ആൻറ്റി കറപ്ഷൻ ബോഡീസാണ്. അത് എന്തെങ്കിലും അഴിമതി അല്ലെങ്കിൽ എന്തെങ്കിലും അക്രമമൊക്കെ നടക്കുമ്പം ഇവരെന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ലോക്പാൽ ആണെങ്കിൽ എവിടെ വർക്ക് ചെയ്യും, ലോക്പാൽ ആണെങ്കിൽ നാഷണലൈസ്ഡ് ബോഡിയാണ്. ലോക്പാൽ നാഷണലിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, നാഷണൽ ബോഡിയാണ്. അതേസമയം ലോകായുക്ത എന്ന് പറയുന്നത് എന്തിൻ്റെ ബോഡിയാണ്, നമ്മുടെ സ്റ്റേറ്റ് വൈസ് ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് തന്നെ സ്റ്റേറ്റ് വൈസ് ബോഡിയിലാണ് അവരെന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റിൽ ആൻറ്റി കറപ്ഷൻസ് ഡീൽ ചെയ്യുക. അതായത് ലോക്പാലും ലോകായുക്തയ്ക്കും സെയിം എന്താണ്, വർക്കിംഗ് ആണ്. അവരെന്താണ്, ആൻറ്റി കറപ്ഷൻ ഏജൻസി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ആക്ടിവിറ്റീസ് ആണ് അവരെന്ത് ചെയ്യുന്നത്. അതിൽ ലോകായുക്തയാണെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ എന്തെങ്കിലും അഴിമതി, എന്തെങ്കിലും കറപ്ഷൻസ് നടക്കുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണ്. അതേസമയം ലോക്പാൽ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, സെൻട്രൽ നാഷണലിൻ്റെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മൊത്തമാണ് അവരെന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. അതാണ് ലോക്പാൽ. ഇതൊക്കെ എന്താണ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. അവർക്ക് എന്താണ്, കുറേ ലോസ് കൊടുത്തിട്ടുണ്ട്. ആ ലോ അനുസരിച്ച് അവരെന്ത് ചെയ്യണം, അതിനെ എന്ത് ചെയ്യണം, ക്ലിയറൻസ് ആയിട്ട് കൊണ്ടുപോകണം. ആ ലോയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകണം. ഇനി അടുത്ത് വരുന്നത് റെഗുലേറ്റർ. സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിലാണ് നമ്മൾ ഏത് വരുന്നത്, റെഗുലേറ്ററി ബോഡീസും അതുപോലെ കോസി ജുഡീഷ്യൽ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ് രണ്ട് ബോഡീസ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിൻ്റെ അകത്ത് തന്നെയായിരിക്കും വരുന്നത്. അവരെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇവരെന്ത് തന്നെയാണ്, ഗവൺമെൻറ് ഓർഗനൈസേഷൻ വിത്ത് ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രോൾ ഉണ്ട്. അവർക്ക് എന്തുണ്ട്, ഒരു കൺട്രോൾ അവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അവർക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ഫീൽഡിലാണ് അവർ വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഫീൽഡിനെ മൊത്തം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്ത് അതിനെ ഭരിക്കാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കിൻ്റെ, അതായത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സുപ്പീരിയർ ബാങ്കാണ്. അപ്പോൾ അവർ എന്താണ്, ബാങ്കിൻ്റെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ നോട്ടിൻ്റെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി അവർക്ക് തന്നെ എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻറ്റ് കൺട്രോൾ ഉള്ള സാധനമാണ് അല്ലേ. ഇൻഡിപെൻഡൻറ്റ് ബാങ്കിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവരുടെ കയ്യിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് ടോട്ടലി അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, ഇൻഡിപെൻഡൻറ്റ് കൺട്രോൾ ഉണ്ട്. അതുപോലെയാണ് ഈ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് എന്ന് പറയുന്നത്, ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ SCBI എന്ന് പറയുന്നത്. അതും എന്ത് തന്നെയാണ്, സ്വന്തമായിട്ട് അവരുടെ സെക്യൂരിറ്റി എന്തെങ്കിലും വേണം, എക്സ്ചേഞ്ചിന് വേണ്ടിയുള്ള സെക്യൂരിറ്റീസ് ഒക്കെ കൊടുക്കുന്നതും അവർ തന്നെ. അവരൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലോയും ഓർഡറും ഒക്കെ കറക്റ്റ് ഫോളോ ചെയ്ത് എങ്ങനെ ഒരു സിസ്റ്റത്തിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, അവർക്ക് സ്വന്തം
സ്വന്തമായിട്ടുള്ള ഒരു പവറിൽ അവരെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അവർക്ക് എന്തുണ്ട്, സ്വന്തമായിട്ടൊരു റെഗുലേറ്ററി പവർ ഉണ്ട്. അതാണ് പറയുന്നത്. നമ്മുടെ ടെലികോം അതോറിറ്റി ഉണ്ടല്ലോ, ട്രായ് എന്ന് പറയുന്ന ടെലികോം ഇതുണ്ട്. നമ്മുടെ എന്തെങ്കിലും ഒരു മെസ്സേജസ് എന്തെങ്കിലും എന്ത് ചെയ്യണം, ഇൻഫോർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ ഒക്കെ ടെലി കമ്മ്യൂണിക്കേഷൻ വഴി പാസ് ചെയ്യാനൊക്കെ അവരെന്ത് ചെയ്യും, മുന്നിട്ടിറങ്ങുന്നതും അവരാണ്. ഇനി അടുത്ത ക്വാസി ജുഡീഷ്യൽ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവരെന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് കൺട്രോൾ ഉണ്ട്. റെഗുലേറ്ററി ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനകത്ത് വരുന്നതാണ്, അത് സ്വന്തമായിട്ട് പവർ ഉണ്ട്. പക്ഷെ അതേസമയം ക്വാസി ജുഡീഷ്യനാണെങ്കിൽ ഒന്നും കൂടെ ഒരു പവർ ഉണ്ട്. അതായത് ഇൻ്ററോഗേറ്റിംഗ് ലോസിനെ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, ലോസിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാം. അവർക്ക് എന്ത് ചെയ്യാം, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം, ഒരു വോയിസ് റേസ് ചെയ്യാം. അങ്ങനെയുള്ള എൻറ്റിറ്റീസിനെയാണ് നമ്മൾ ക്വാസി ജുഡീഷ്യൽ എന്ന് വെച്ചാൽ ജുഡീഷ്യലിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ റീസണോടെ, അല്ലാതെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാമെന്നല്ല. അതായത് സ്വന്തമായിട്ടൊരു റീസൺ ഉണ്ടെങ്കിൽ, അതായത് ഒരു പ്രോപ്പർ ഒരു വിഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ അവരൊരു കമ്മീഷൻസ് ആയിട്ട്, അതാ പറയുന്നത് അവരെന്താണ്, കമ്മീഷൻസ് ആണ്. അല്ലെങ്കിൽ ട്രിബ്യൂണൽസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, എന്ന് വെച്ചാൽ ഒരു സംഘടന പോലെ, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി കൊണ്ടുവന്ന കമ്മീഷൻ. അപ്പം ഇപ്പം നമുക്കിവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ NHRC, നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, അതായത് മനുഷ്യാവകാശ കമ്മീഷൻ. ഇവർക്ക് സ്വന്തമായിട്ട് എന്തില്ല, പവർ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യാം, ഇവർക്ക് പവറിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കും. ഇവരൊരു ജുഡീഷ്യൽ പവർ അല്ല, പക്ഷെ അതേസമയം ഇവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സുപ്രീം കോടതിന് നേരെ അവർക്ക് ഒരു വോയിസ് റേസ് ചെയ്യാം. കമ്മീഷൻ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വോയിസ് റേസ് ചെയ്ത് അവർക്ക് ചോദിക്കാം എന്തുകൊണ്ട് ഇതിന് വേണ്ടി നമ്മൾ അഗെയിൻസ്റ്റ് ആക്ഷൻ എടുത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാനായിട്ടില്ലേ. മനുഷ്യാവകാശം ചില സമയത്തൊക്കെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഡിസ്കഷനൊക്കെ നടക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കും. ഇൻട്രോഗേറ്റിംഗ് പവർ അവർക്കുണ്ട്. ഇൻട്രോഗേറ്റിംഗ് പവർ, ലീഗൽ ഇന്റർപ്രിറ്റേഷൻ പവേഴ്സ് ഉണ്ട്. അതാ പറയുന്നത്, ലീഗലി അവർക്ക് സംസാരിക്കാനുള്ള പവർ ഉണ്ട്. അതാണ് ക്വാസി ജുഡീഷ്യൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അതിലെന്താണ് CCI എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, അത് കഴിഞ്ഞ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽസ്, NHRC. ഇതൊക്കെ എന്താണ്, ഇതിന് എക്സാമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഇതൊക്കെ എന്താണ്, നമ്മുടെ എക്സാമ്പിൾസ് ആയിട്ട് പറയാം. NHRC, NDC, അങ്ങനെ ഒരുപാട്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, അതെല്ലാം എന്തിൽ തന്നെയാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്, അതിലാണ് വരുന്നത്. എന്തുകൊണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് പവർ കിട്ടുന്നത്, ആക്ട് വഴി, ലോ വഴിയാണ്. അത് കഴിഞ്ഞ് റെഗുലേറ്ററി ബോഡി ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് കൺട്രോൾ ഉണ്ട്. അത് കഴിഞ്ഞ് ക്വാസി ജുഡീഷ്യൽ ആണെങ്കിൽ നമുക്ക് എന്തുണ്ട്, അവർക്ക് പവറിനെ ഇൻട്രോഗേറ്റ് ചെയ്യാൻ പറ്റും. ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യം തെറ്റാണ് നടക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും എന്നുള്ള പവർ ഉണ്ട്. അതാണ് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് NHRC. ഇതിപ്പോഴും ചോദിക്കുന്നതാണ്. NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, പാസ് ചെയ്യുന്നത് 12 ഒക്ടോബർ 1993 അത് കൊണ്ടുവരുന്നത്. അത് 1993 നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ കൊണ്ടുവന്ന ആക്ട് പ്രകാരം, 1993 ആക്ട് പ്രകാരമാണ് ഈ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ത് ചെയ്യുന്നത്, നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനായിട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നതാണ്, പ്രസിഡന്റ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ആരാണ്, അരുൺ കുമാർ മിശ്രയാണ് ഇപ്പോഴത്തെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ NHRCയുടെ ഹെഡ് എന്ന് പറയുന്നത്, ചെയർമാൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കോർപ്പറേഷൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, കമ്മീഷൻ്റെ ആളെന്ന് ചോദിച്ചാൽ ആരെന്നാണ്, അരുൺ കുമാർ മിശ്രയാണ് അതിൻ്റെ ആൾ. പ്രത്യേകം പിന്നെ എന്തുണ്ട്, ഒരു 5 മെമ്പേഴ്സിനും കൂടെ അഡീഷണൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. 5 മെമ്പേഴ്സും കൂടെ ഉണ്ട്. ഇല്ല, അതിൽ ഫസ്റ്റ് ആൾ ആരാണെന്ന് ചോദിച്ചാൽ, ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിൽ ആദ്യമായിട്ട് എലക്ട് ചെയ്തെടുത്ത ആൾ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ഫസ്റ്റ് NHRC എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് എന്താണ്, രവനീത് കൗറാണ് നമ്മുടെ CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ചെയർമാൻ എന്ന് പറഞ്ഞാൽ രവനീത് കൗറാണ് നമ്മുടെ അതിൻ്റെ ആളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൽ മെയിനായിട്ട് പറയാനുള്ള പോയിന്റ്സ്. ഇനി അടുത്ത നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ തന്നെ എന്തുണ്ട്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസും ഉണ്ട്. ആൻഡ് ഓർഗനൈസേഷൻ വിത്തൗട്ട് ലീഗൽ ജൂറിസ്ഡിക്ഷൻ. ഞാൻ പറഞ്ഞില്ലേ, ലീഗലി ഉള്ള കാര്യങ്ങളാണ് ആര് നോക്കുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്. അവർക്കൊരു ആക്ട് ഉണ്ട്, അല്ലെങ്കിൽ ലോസിൻ്റെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ് അവർ. അവർക്കൊരു പ്രത്യേകം ആക്ട് പ്രകാരമാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഇന്ന ആക്ടിൻ്റെ കീഴിലാണ് RBI വർക്ക് ചെയ്യുന്നത്, അല്ലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ പ്രകാരമാണ് അവർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഓരോരുത്തരും നമ്മൾ നേരത്തെ പറഞ്ഞു NHRC കൊണ്ടുവന്നത് ഒരു ആക്ടിൻ്റെ കീഴിലാണ്. അങ്ങനെ ആക്ടിൻ്റെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ് ആരെന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. അതേസമയം നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തുണ്ട്, പവർ ഓഫ് അഡ്വൈസറി പവർ മാത്രമേ ഉള്ളൂ. എന്തേ ഉള്ളൂ, അഡ്വൈസറി പവർ. അവർക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. അവർക്ക് ആരുടെ എഗെയിൻസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലീഗലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഓർഗനൈസേഷൻ വിത്തൗട്ട് ലീഗൽ ജൂറിസ്ഡിക്ഷൻ, ആരുടെ അടുത്തും ലീഗലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല,
ജൂറിഫൈ ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അങ്ങോട്ട് പോയി എന്ത് ചെയ്യാൻ പറ്റില്ല, ലീഗലി ഒരു വാർ എടുക്കാൻ പറ്റത്തില്ല. അതേസമയം മറ്റവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ എന്താണ്, ഇവർ അഡ്വൈസറി മോഡാണ്, അവർക്ക് ഉപദേശിക്കാനേ പറ്റത്തുള്ളൂ. അവരെന്ത് ചെയ്യുന്നില്ല, ഇവരൊന്നും ഡയറക്ട്ലി പബ്ലിക്കുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു ഇൻ്റർഫറൻസും വരുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. പവർ ഓഫ് അഡ്വൈസറി ആണ് അവർക്കുള്ളത്. പവർ ഫ്രം എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആൻഡ് റെസൊല്യൂഷൻ റാദർ ദാൻ എനി ലെജിസ്ലേഷൻ. അവിടെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് എന്താണ് എക്സിക്യൂട്ടീവ് ഓർഡർ. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പറയുന്ന ഒരു ഓർഡർ എക്സിക്യൂട്ടീവ് ആണ്. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പോലുള്ള എല്ലാവരും എന്താണ് പ്രൈം മിനിസ്റ്റേഴ്സ് ആയിട്ടിരിക്കുന്നവരുടെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് കേട്ടിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കാൻ മാത്രമേ ഇവർക്ക് കഴിയുള്ളൂ. ഡയറക്റ്റ് പവറിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ഷൻസ് എടുക്കാൻ പറ്റത്തില്ല. അതിൽ വരുന്നതാണ് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് നീതി ആയോഗ് എന്ന് പറയുന്നത്, അതുപോലെ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലും നാഷണൽ അസസ്മെന്റ് നാക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മുടെ കോളേജസിലൊക്കെ വന്ന് നാക് അക്രഡീഷൻ കൊടുക്കുന്നതെന്ന് പറയുന്നില്ലേ. ഇതെല്ലാം എന്താണ്, ഓരോരുത്തരുടെ കീഴിൽ നിന്ന് അവർ വർക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യത്തിന് വേണ്ടി അവർ എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്ന ഒരു ബോഡിയാണ്. അതെന്താണ്, അഡ്വൈസറി ബോഡിയാണ്. നമുക്കിപ്പോൾ നാക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അഡ്വൈസ് പറഞ്ഞിട്ട് പോരില്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്, റേറ്റിംഗ്സ് ഒക്കെ കൊടുക്കാറുണ്ട്, എന്നാലും അവരെന്ത് ചെയ്യണം, അഡ്വൈസ് കൊടുത്തിട്ടാണ് പോകുന്നത് അല്ലേ. ഒരു അഡ്വൈസറി ബോഡിയെ പോലെയാണ്. അവർക്ക് എഗെയിൻസ്റ്റ് ഒരു റൂൾ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഒരു ആക്ടിന്റെ കീഴിൽ ഒരാൾ എന്ത് ചെയ്യുന്നില്ല, ശിക്ഷിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നീതി ആയോഗ് ആണെങ്കിലും എന്താണ്, അവർ ഡയറക്റ്റ് പബ്ലിക്കുമായിട്ട് റിലേറ്റഡ് അല്ല, അവരൊരു മിനിസ്റ്ററിന്റെ കീഴിൽ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു എന്ന് മാത്രം. അവർക്ക് എന്താണ് ഒരു പെർമനന്റ് ഫിക്സേഷൻസ് ഉണ്ട്. അതായത് നാഷണൽ എന്താണ് ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്ന് പറയുന്നത് ആ ഒരു ഇതാണ്. ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടിയാണ് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ടാണ് നീതി ആയോഗ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അവരെന്താണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക, പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഒന്നിലോട് എന്ത് ചെയ്യുന്നില്ല, ഇൻഫ്ലുവൻസ്ഡ് അല്ല. അപ്പോൾ അതാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. അതാണ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് അമെൻമെന്റ് ആക്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ച് നമ്മൾ അറിയാം, സമയം എന്താണ് ഒരുപാട് അടുക്കാറായി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പറഞ്ഞു, അതുപോലെ തന്നെ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ കാര്യവും പറഞ്ഞു. പവറിൻ്റെ ബേസിസിലാണ് നമ്മൾ അതിനെ തിരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് എന്തുകൊണ്ട് അമെൻമെന്റ് ആക്ടിൻ്റെ ബോഡീസ് പറയുന്നുണ്ട് ഇവിടെ. ഇനി അമെൻമെന്റ് ആക്ട്സ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. നമ്മളിവിടെ പറഞ്ഞതിൽ ഓക്കെ നീതി ആയോഗ്, ഓക്കെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ കുറിച്ച് സംസാരിച്ചു. ഓക്കെ, ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിലാണ് നമ്മുടെ സെൻട്രൽ വിജിലൻസ് ഒക്കെ വരുന്നത് കേട്ടോ. വിജിലൻസ് കമ്മീഷനൊക്കെ നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ്. നമ്മുടെ CBI, സെൻട്രൽ ബ്യൂറോ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എന്താണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ആണ് കേട്ടോ. അവർക്ക് എന്താണ് ഒരു പവർ എന്താണ്, ലോ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്ത് പോകുന്നതേ ഉള്ളവർക്ക് സ്വന്തമായിട്ടൊരു പവറോ അല്ലെങ്കിൽ ആർട്ടിക്കിൾസോ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇനി അമെൻമെന്റ് ആക്ടിന്റെ കാര്യമാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെന്റ് ആക്ട്സ് ആണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു റിവിഷൻ പോലെ, നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അമെൻമെന്റ് ആക്ട്സ്, എന്നാൽ ഒരു റിവിഷൻ പോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. 42nd അമെൻമെന്റ് ആക്ട് എന്താണ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു എന്താണ് അമെൻമെന്റ് ആക്ട് ആണ് നമ്മുടെ ഏതെന്ന് പറഞ്ഞാൽ 1976 42nd അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് 44th അമെൻമെന്റ് ആക്ട് എന്താണ്, റൈറ്റ് ടു പ്രോപ്പർട്ടി റിമൂവ് ചെയ്തു അല്ലേ. നിങ്ങൾ ഇങ്ങനെ തന്നെ പോയിന്റ്സ് എന്ത് ചെയ്യുന്ന എടുത്ത് പഠിക്കുക. റൈറ്റ് ടു പ്രോപ്പർട്ടിയെ മാറ്റിയിട്ട് എന്ത് ചെയ്തു, ലീഗൽ റൈറ്റ്സിനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് 52nd അമെൻമെന്റ് ആക്ട് ആണെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ആന്റി ഡിഫെക്ഷൻ ലോ ആണ്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. 61st ഈ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവുക. വോട്ടിംഗ് ഏജിന് എന്ത് ചെയ്തു, 21 നിന്ന് 18 ഷിഫ്റ്റ് ചെയ്തു. നമ്മുടെ 44th അമെൻമെന്റ് ആക്ട് റൈറ്റ് ടു പ്രോപ്പർട്ടിയെ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് കിടന്ന റൈറ്റ് ടു പ്രോപ്പർട്ടിയെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, 300A ലീഗൽ റൈറ്റ് ആയിട്ട് അതിനെ മാറ്റി. ഇനി 52nd ആണെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോ ആയിട്ട് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് 61st അമെൻമെന്റ് ആക്ട് 1989 എന്താണ്, വോട്ടിംഗ് ഏജിന് 21 to 18 ആക്കി. അതുപോലെ തന്നെ 69th അമെൻമെന്റ് ആക്ട് ആണെങ്കിൽ ഡൽഹി എന്ത് ചെയ്തു, ക്യാപിറ്റൽ ആക്കി അല്ലേ, യൂണിയൻ ടെറിട്ടറി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിൽ അതിനെന്ത് ചെയ്തു, ക്യാപിറ്റൽ യൂണിയൻ ടെറിട്ടറി ക്യാപിറ്റൽ എന്നുള്ള രീതിയിലേക്ക് അതിനെന്ത് ചെയ്തു, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊടുത്തു. അപ്പം ഞാൻ ഇത് ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. നിങ്ങളിത് കറക്റ്റ് സ്ക്രീൻ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു വേർഡിങ്സ് മാത്രം പഠിച്ചു വയ്ക്കുക. 71th അമെൻമെന്റ് ആക്ട് ആണെങ്കിൽ കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി ഇത്രയും ലാംഗ്വേജസിനെ എന്ത് ചെയ്തു, ആഡപ്പ് ചെയ്തു അല്ലേ. ആഡപ്പ് ചെയ്യുന്നത് ഈ സമയത്താണ്. കൊങ്കണി, മണിപ്പൂരി ആണ്, നേപ്പാളി എന്ന് പറഞ്ഞ ലാംഗ്വേജസ് ആഡ് ചെയ്തു. 73rd എന്ത് ചെയ്തു, പഞ്ചായത്ത് രാജ് നമ്മുടെ ഷെഡ്യൂൾഡ് 11 എന്ന് പറയുന്നത് അല്ലേ, ഇതെന്താണ് ഷെഡ്യൂൾ 8 ആഡ് ചെയ്തത്. ഷെഡ്യൂൾ 8
ഷെഡ്യൂൾ 8 ലാംഗ്വേജസിലാണ് ഏതിനെ ആഡ് ചെയ്തത്? കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആഡ് ചെയ്യുന്നത്. 73rd പഞ്ചായത്ത് രാജ് ഷെഡ്യൂൾ 11 മാറ്റുന്നത് അല്ലേ? ഷെഡ്യൂൾ 11 പഞ്ചായത്ത് രാജും 74th എന്താണ് ഷെഡ്യൂൾ 12 മുനിസിപ്പാലിറ്റിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. നിങ്ങളത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ്, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത 86th അമെൻമെൻറ്റ് ആക്ട് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. 86th അങ്ങനെ ചോദിക്കാറുള്ളതാണ്. എഡ്യൂക്കേഷൻ 2002 കാര്യമാണ്. കമ്പൽസറി എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ടു 6 to 14 years വരെയുള്ളവർക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ അമെൻമെൻറ്റ് ആക്ടാണ് 86th 2002 എന്ന് പറയുന്നത്. 92nd അമെൻമെൻറ്റ് ആക്ട് 2003 ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താലി എന്ന് പറഞ്ഞ 4 ലാംഗ്വേജസിനെ ആഡ് ചെയ്തു. നേരത്തെ 18 ഇപ്പം എന്തായി? 18 നിന്ന് 22. ഇപ്പോഴും കറക്റ്റ് പറഞ്ഞാൽ എത്ര ലാംഗ്വേജസ് ഉണ്ടോ? 22 ലാംഗ്വേജസ് എന്നുള്ള രീതിയിൽ മാറ്റുന്ന എപ്പോഴാണ്? 2003 92nd അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി എന്ന് പറയുന്ന ലാംഗ്വേജസ് നമ്മുടെ ലിംഗ്വിസ്റ്റിക്കിൽ വന്ന മൈനോറിറ്റി ലിംഗ്വിസ്റ്റിക്കിൽ വന്ന ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ആക്ടുകൾ പ്രകാരമാണ് അതിലൊക്കെ എന്ത് ചെയ്യുന്നത്? ആഡപ്പ് ചെയ്ത് വന്നത്. ഇപ്പോൾ എത്രയുണ്ട്? നിലവിൽ 22 ലാംഗ്വേജസ് ആണ് ഉള്ളത്. ഇനി അടുത്ത ഏതാ പറഞ്ഞത്? 101 നമ്മുടെ GST പറഞ്ഞു അല്ലേ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിനെ കുറിച്ച് ആഡ് ചെയ്തു. ഇനി 104 എന്ത് ചെയ്തു? 2020 എന്ത് ചെയ്തു? റിമൂവ് ദ റിസർവ്ഡ് സീറ്റ്സ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരുന്ന റിസർവ്ഡ് സീറ്റിനെ എന്ത് ചെയ്തു? അവർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു 2020. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് വന്ന 106th അമെൻമെൻറ്റ് ആക്ട് 2023 എന്താണ്? വിമൻസിൻ്റെ റിസർവേഷൻ ബില്ലിൽ വിമൻസിന് 1/3 സീറ്റ്സ് എന്തിൽ കൊടുക്കണം? ലോക്സഭാ സീറ്റ്സിൽ കൊടുക്കണമെന്നുള്ള രീതിയിൽ വന്ന ഒരു അമെൻമെൻറ്റ് ആക്ടാണ് 106th അമെൻമെൻറ്റ് ആക്ട് 2023 വിമൻസ് റിസർവേഷൻ ബില്ലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് എന്താണ് പറഞ്ഞു നിർത്തേണ്ടത്. ഞാൻ പറഞ്ഞു ഇത് പൊളിറ്റി 1ൻ്റെ ലാസ്റ്റ് സെഷനാണ്. അപ്പോൾ എന്താണ് അത് ഓടിച്ച് പോയതാണ്, നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടാകാൻ വേണ്ടി എക്സാം ഓറിയൻറ്റഡ് ലെവലിലാണ് പറഞ്ഞു പോയത്. ഇനിയും ഇതിൻ്റെ പൊളിറ്റി വീക്ക് ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇനി വരാൻ പോകുന്ന 8 മണിക്ക് വരാൻ പോകുന്ന അനിൽ സാറിൻ്റെ PYQ സെക്ഷനിൽ എല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. എല്ലാവരും അപ്പോൾ ഓടിപ്പോ എന്ത് ചെയ്യുക? ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയിട്ട് വന്നിരിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.